ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് മലയാറ്റൂരിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ അഭയാരണ്യമൊക്കെ പോയി അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം തിരികെത്തിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് വന്നതാണ് താഴെ. പക്ഷേ ഞങ്ങൾ എന്തോ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് കാരണം ഞങ്ങൾ വിചാരിച്ചു ഒന്നാമത്തെ കുരിശ് വരെ ഒന്ന് കയറി നോക്കാം. കാരണം കേക്കൊന്നും കൊണ്ട് മല കയറാൻ പറ്റുമെന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടുപേരും, ഞാനും പൊന്നൂസും നേരെ മാറി എടുത്ത് ഞങ്ങൾ പതുക്കെ മലയൊക്കെ കയറി. കുറച്ച് സമയമെടുത്തു. ഞങ്ങൾ ഏകദേശം 6 മണിക്ക് കയറാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 8-9 മണിയായി കയറി കഴിഞ്ഞപ്പോൾ. ഇത് നമ്മുടെ ആന കുത്തിയ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ്. ഭയങ്കര ഫേമസ് ആണ്. അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ആനയുടെ കൊമ്പ് കൊണ്ട് കുത്തിയ പാടുകൾ കാണാം നമുക്ക്. എന്നിട്ട് ഈ പള്ളിയുടെ ഇൻറ്റീരിയറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം. മലയാറ്റൂർ മുന്നേ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് തിരക്കായിരിക്കും. നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ ഞങ്ങൾ പോയത് രാത്രി ആയതുകൊണ്ടും നോമ്പുകളായതുകൊണ്ട് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല. എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. 24 hours ഓപ്പണാണ്. അതിനുശേഷം നമ്മൾ അത്ഭുത കിണർ, ഒരിക്കലും വറ്റാത്ത നീരുറവ എന്ന് പറയപ്പെടുന്ന കിണറാണത്. തോമസ് ലീഹ ദാഹിച്ചപ്പോൾ കൈകൊണ്ട് കുത്തി കിണർ എന്നൊക്കെ ഒരു പേരുള്ളൊരു കിണറാണത്. അവിടെ നമ്മൾ വെള്ളം കോരി. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം, കിക്കുമ്മ കിടന്ന് ഒച്ചയുണ്ടായിക്കൊണ്ടിരിക്കുക എൻ്റെ കൈ കിടന്ന്. ചില സ്ഥലത്ത് പോയാണ്ടല്ലോ കിക്കൂസിന് പുറത്തേക്ക് വരാൻ ഇഷ്ടമല്ല. വെള്ളം പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അവൾ കിടന്ന് കാറി പൊളിക്കും, അത് രക്ഷയില്ല. അതിനടുത്ത് തന്നെയാണ് നമ്മുടെ പൊൻകുരിശ് എന്നറിയപ്പെടുന്നത്. നമ്മൾ കയറുമ്പോൾ വിളിക്കുന്നത് പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊൻബല കയറ്റുന്നത്. ഇത് നമ്മുടെ തോമസ് ലീഹയുടെ പാദമുദ്ര പതിഞ്ഞ, പാദമുദ്ര മാത്രമല്ല കാൽമുട്ടുകളും പാദമുദ്രയും പതിഞ്ഞ ഒരു കല്ലാണ്. സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കിക്കു ഒരു സിസ്റ്ററൊക്കെ ഉണ്ട്. സിസ്റ്ററൊക്കെ കൊന്തയൊക്കെ മേടിച്ചെടുത്തു. സിസ്റ്ററാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് തന്നെ കൊന്തയൊക്കെ കൊടുത്ത് ബ്ലസ്സൊക്കെ ചെയ്ത് ഞങ്ങളെ വിട്ടു. ഈ രാത്രിയുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ് കേട്ടോ. നമ്മുടെ മലയാറ്റൂർ ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ കണ്ടില്ല, മരത്തിൻ്റെ ഒക്കെ ഭംഗി കണ്ടില്ലേ, രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10:30 സമയമൊക്കെ ആയി. മോളിൽ പോയി നല്ല അടിപൊളി ചുക്കാപ്പി കുടിച്ച് ആ ക്ഷീണമൊക്കെ അങ്ങ് മാറ്റി പതുക്കെ മലയങ്ങ് ഇറങ്ങി. എന്തായാലും ഇറ്റ് വാസ് എ വെരി വർത്ത് വൈൽ എക്സ്പീരിയൻസ്. താങ്ക് യു.